വാർത്തകൾ വിശദമായി. പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. മൂന്നാം ബലാത്സംഗ കേസിൽ ജാമ്യം ലഭിച്ചതിന് പിന്നാലെ രാഹുൽ മാങ്കുടത്തിൽ MLA ജയിൽ മോചിതനായി. അറസ്റ്റിലായി 18ാം ദിവസമാണ് പത്തനംതിട്ട സെഷൻസ് കോടതി ജാമ്യം അനുവദിച്ചത്. ഉപാധികളോടെയാണ് കോടതി ജാമ്യം അനുവദിച്ചത്. അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ എല്ലാ ശനിയാഴ്ചയും ഹാജരാകണമെന്നും സാക്ഷികളെ സ്വാധീനിക്കരുതെന്നും സമൂഹ മാധ്യമ ഭീഷണിയും പാടില്ലെന്നും കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. രാഹുലിനെ SITക്ക് കൂടുതൽ കസ്റ്റഡിയിൽ ആവശ്യമില്ലാത്ത സാഹചര്യത്തിൽ ജാമ്യം നൽകുന്നു എന്നാണ് കോടതി അറിയിച്ചത്. പ്രതിഭാഗം ഹാജരാക്കിയ ഡിജിറ്റൽ രേഖകളടക്കം കൂടുതലായി പരിഗണിക്കേണ്ടത് കേസിന്റെ അടുത്ത ഘട്ടത്തിലാണെന്നും കോടതി ജാമ്യ ഉത്തരവിൽ പറയുന്നു. ബലാത്സംഗ കുറ്റം നിലനിൽക്കുമോ എന്ന കാര്യത്തിൽ കൂടുതൽ അന്വേഷണം വേണമെന്ന് കോടതി ഉത്തരവിലുണ്ട്. അതിനിടെ മാവേലിക്കര സബ് ജയിലിന് പുറത്ത് യുവമോർച്ച പ്രവർത്തകർ പ്രതിഷേധിച്ചു. പ്രവർത്തകരെ പോലീസുകാർ അറസ്റ്റ് ചെയ്തു നീക്കി. ജയിലിന് മുന്നിൽ പോലീസുകാരും പ്രതിഷേധക്കാരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കും. നിയമസഭയിലേക്ക് പോകും. എന്തെങ്കിലും പറയാനുണ്ടോ? 18 ദിവസമായി ജയിൽവാസം. ജയിലിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്ന രാഹുൽ മാങ്കുടത്തിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടത്. മാവേലിക്കര സബ് ജയിലിന് പുറത്ത് യുവമാർച്ച പ്രവർത്തകർ പ്രതിഷേധിക്കുന്നുമുണ്ട്. പ്രവർത്തകരെ പോലീസുകാർ അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട്. ജയിലിന് മുന്നിൽ പോലീസുകാരും പ്രതിഷേധക്കാരും തമ്മിൽ ഉന്തും തള്ളുമൊക്കെ ഉണ്ടായിട്ടുണ്ട്. മൂന്നാം ബലാത്സംഗ കേസിൽ ജാമ്യം ലഭിച്ചതിന് പിന്നാലെ ഇപ്പോൾ മാങ്കുടത്തിൽ ജയിൽ മോചിതനായിട്ടുണ്ട്. അറസ്റ്റിലായി 18ാം ദിവസമാണ് ഇപ്പോൾ കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. ഉപാധികളോടൊക്കെ ആണ് ജാമ്യം അനുവദിച്ചിട്ടുള്ളത്. അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ എല്ലാ ശനിയാഴ്ചയും ഹാജരാകണമെന്നും സാക്ഷികളെ സ്വാധീനിക്കാനോ സമൂഹ മാധ്യമ ഭീഷണിയോ ഒന്നും പാടില്ല എന്നൊക്കെ കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. SITക്ക് എന്തായാലും രാഹുലിനെ കസ്റ്റഡിയിൽ ആവശ്യമില്ലാത്ത സാഹചര്യത്തിൽ ജാമ്യം നൽകുന്നു എന്നാണ് ഇപ്പോൾ കോടതി അറിയിച്ചിരിക്കുന്നത്. പ്രതിഭാഗം ഹാജരാക്കിയ ഡിജിറ്റൽ രേഖകളടക്കം കൂടുതലായി പരിഗണിക്കേണ്ടത് കേസിന്റെ അടുത്ത ഘട്ടത്തിലാണെന്നും കോടതി ജാമ്യ ഉത്തരവിൽ പറയുന്നുണ്ട്. ബലാത്സംഗ കുറ്റം നിലനിൽക്കുമോ എന്ന കാര്യത്തിലും കൂടുതൽ അന്വേഷണം വേണമെന്നും ഒക്കെ ഈ ഒരു കോടതിയുടെ ഉത്തരവിലുണ്ട്. എന്തായാലും മാവേലിക്കര സബ് ജയിലിന് പുറത്തേക്ക് മാങ്കുടത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. വലിയ രീതിയിൽ യുവമോർച്ച പ്രവർത്തകർ പ്രതിഷേധിക്കുന്നുമുണ്ട്. എന്തായാലും പ്രവർത്തകരെല്ലാം പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട്. ജയിലിന് മുന്നിൽ പോലീസുകാരും പ്രതിഷേധക്കാരും തമ്മിൽ ഉന്തും തള്ളുമൊക്കെ ഉണ്ടായിട്ടുണ്ട്.